Hi friends, welcome to another video of latex. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമിനാർ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്ന ടെംപ്ലേറ്റും അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറേ പാക്കേജ് മിസ്സിങ് കാര്യങ്ങൾ എറേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ഓവർലീഫ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സൈറ്റിൽ നമ്മൾ ലാറ്റക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണത്. അതായത് നമുക്ക് ലാറ്റക്സ് സോഫ്റ്റ്വെയർസ് ഒന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നെറ്റ് കണക്ഷൻ നന്നായിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു വീഡിയോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ട് അടിക്കുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലാറ്റക്സ് റിലേറ്റഡ് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇടുക. അപ്പോൾ അതിന് വെച്ചുള്ള കറസ്പോണ്ടിങ് വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഒരു സെമിനാർ ടെംപ്ലേറ്റ് ഫയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള വിവരങ്ങൾ ഒക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫയലാണ് ഇവിടെ കൊടുത്തേക്കണേ. വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സിമ്പിളായി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ഓവർലീഫ് ഉപയോഗിച്ച് ചെയ്യുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓവർലീഫ് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് നമുക്ക് ആദ്യം തന്നെ പോയിട്ട് അവിടെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാറ്റക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്തു. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് കറസ്പോണ്ടിങ്ങിൽ. ആ ഫയൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഓവർലീഫിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവർലീഫിൽ അവരുടെ സെർവറിൽ അവർ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഡയറക്റ്റ്ലി ഔട്ട്പുട്ട് കിട്ടും. വളരെ സിമ്പിളാണ് ഇത് എൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അതൊരു സിപ്പ് ഫയലായിരിക്കും വരും. സോ അപ്പോൾ സിപ്പ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡൗൺലോഡ്സിൽ ഉണ്ട് ഒരു ഫയലുണ്ട്, BTech സെമിനാർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് പ്രൊജക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ നമുക്കിവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു BTech സെമിനാർ ആൻഡ് സേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇഫ് ദർ ഇസ് നോ എറർ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഫയലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലോഡായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അവരത് കമ്പൈലിങ് ചെയ്യേണ്ടത്, നമുക്ക് കമ്പൈലേഷൻ ചെയ്യേണ്ട ഒന്നും ആവശ്യം തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ. ഒറ്റ എറേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് മെയിൻലി ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് സാധാരണ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതാണ് നമ്മുടെ ടൈറ്റിൽ. സപ്പോസ് ഇപ്പോൾ എൻ്റെ ടൈറ്റിൽ എനിക്ക് മാറ്റിയിട്ട് എന്തെങ്കിലും വേറെ ഞാനിപ്പോൾ ഇവിടെ ABCD എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ABCD കൊടുത്തു. ദെൻ ഞാൻ എൻ്റെ നെയിം കൊടുത്തു, അരുൺ സേവിയർ എന്ന് പറഞ്ഞ നെയിം കൊടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് റീകമ്പൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് റീകമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആകെ ഒരു പോയിൻ്റ് ഉള്ളത് നെറ്റ് കണക്ടിവിറ്റി നമുക്ക് എന്തായാലും വേണം. ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഉണ്ടോ ഇവിടെ അരുൺ സേവിയർ വന്നു. അതേപോലെ തന്നെ ടൈറ്റിൽ ABCD ടൈറ്റിൽ നിന്നായി. അതേപോലെ സർട്ടിഫിക്കറ്റിലൊക്കെ പേര് കണ്ടോ അരുൺ സേവിയർ ABCD ടൈറ്റിൽ. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ അതെ അരുൺ സേവിയർ ആ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഡൗട്ട്സിന് ചോദിക്കാൻ ചാൻസസ് ഉള്ളത്, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ള ഫയൽസും കാര്യങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതായത് നമുക്ക് വേറെ JPG ഫയൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഒരു അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ സേവ് ചെയ്യുന്ന ഫയലുകൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വർക്കിംഗ് ഫോൾഡർ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ആവശ്യമുള്ള എല്ലാ ഫയലുകളും നമ്മൾ ഇവിടേക്ക് വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യണം. ആ ഇമേജ് നിങ്ങൾ JPGക്ക് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഈ അപ്ലോഡ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടേക്ക് വരും. അതിൻ്റെ കറസ്പോണ്ടിങ്ങിൽ കോൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെറ്റ് കണക്ഷൻ നന്നായിട്ട് വേണം എന്ന ഒരു കാര്യം മാത്രമാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്തിരിക്കും. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സിനും ഷെയർ
ഷെയർ ചെയ്ത് കൊടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ, അങ്ങനെ കുറേ പ്രിവിലേജസ് നമ്മുടെ ഈ ഒരു ഓവർലീഫ് എന്ന സൈറ്റിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനും യൂസ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരിലേക്ക് നിങ്ങൾ മറക്കാണ്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ലാറ്റക് റിലേറ്റഡ് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതേപോലെ തന്നെ ഹൗ ടു ഇൻസർട്ട് ഇമേജസ്, അതുപോലെ എങ്ങനെയാണ് എളുപ്പത്തിൽ ടേബിൾസ് ഇൻസർട്ട് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ വിവരങ്ങളും വെച്ചിട്ട് നമ്മൾ വേറെ വീഡിയോസുകളും ചെയ്തിട്ടുണ്ട്, ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഈ ഓവർലീഫ് പ്രൊജക്റ്റിൻ്റെ ലിങ്കും അതേപോലെ ഡൗൺലോഡ് ടെംപ്ലേറ്റിനുള്ള ലിങ്കും ഞാൻ കൊടുക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ.